4 മണിക്ക് ചായക്കടിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ എന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് ഫ്രിഡ്ജിൽ കടലമാവ് കുറച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സവോളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കടലമാവിൻ്റെ കൂടെ മിക്സ് ചെയ്തൊരു സ്നാക്സ് ഉണ്ടാക്കി നോക്കിയാലോ എന്ന്. അപ്പോൾ അതിനായിട്ട് 2 മീഡിയം സൈസ് സവോള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. പച്ചമുളക് വട്ടത്തിലരിഞ്ഞ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടലമാവ് ഇടാം. ഇതിലേക്ക് കുറച്ച് കടലമാവ് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്ന മസാല മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അല്പം മീറ്റ് മസാലപ്പൊടി. ഇനി ഇതിന് പകരം ഗരം മസാലയും കുരുമുളക് പൊടിയും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മസാലപ്പൊടിയും ഇനി ഒരു അല്പം കായപ്പൊടിയും കൂടി ചേർത്താണ് ഉണ്ടാക്കാം. മസാലപ്പൊടികളും അല്പം കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ടു. ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കൈ വെച്ച് കുഴച്ചെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്, അല്ലെങ്കിൽ സ്പൂൺ വെച്ച് കുഴച്ചാലും മതി. ഇത് നമുക്കിനി എണ്ണയ്ക്കകത്തേക്ക് ഇട്ടെടുക്കാം. ഈ എണ്ണ ചിലവാകുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഫ്രൈങ് പാനിലാണ് എടുത്ത് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യണ്ടെന്ന് വെച്ചു. എന്നിട്ട് ഞാനിത് ഇങ്ങനെ കോരി വെച്ചിട്ടൊന്ന് സ്പ്രെഡാക്കി ചെറുതായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുത്തു. അപ്പോൾ ഇത് ആയിക്കഴിയുമ്പോൾ നമുക്ക് അടുത്തതിടാം. അല്പം കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. തീ ഞാൻ കുറച്ച് വെച്ചു, കാരണം പെട്ടെന്ന് ഉള്ളു വേകാതെ വന്നാലോ എന്ന് വിചാരിച്ച് തീ കുറച്ച് വെച്ചു. അപ്പോൾ ഇപ്പുറത്തെ അടുത്തേക്ക് നമ്മൾ ചായക്കുള്ള പാല് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ചായക്കടി റെഡി ആവുന്നുണ്ട്. ഇതൊക്കെ പരീക്ഷണം മാത്രമാണല്ലോ. ചിലപ്പം നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയല്ലേ ഉള്ളിവട നിർമ്മിക്കുന്നത് എന്ന് വിചാരിക്കുമല്ലേ. എന്നാൽ ഇങ്ങനെ തന്നെയാണോ ഉള്ളിവട എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. കാരണം ഞാൻ ഉള്ളിവട അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നു മൈദ ചേർത്തിട്ട് ഉള്ളിവട ഉണ്ടാക്കുമെന്ന് തോന്നുന്നു അല്ലേ. എനിക്ക് കടലമാവിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വെച്ചിട്ടുള്ള സ്നാക്സൊക്കെ എനിക്ക് പൊതുവേ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെറുതെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. ചായ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞ് ആ സമയത്ത് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നായതുകൊണ്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. കഴിച്ച് നോക്കിയിട്ട് നമുക്കിത് നല്ലതാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കാം. അപ്പോൾ ആദ്യത്തെ ഞാൻ എടുത്തു കേട്ടോ. ഇത് ആദ്യത്തെ എടുത്തു വെച്ചു, അടുത്തതിട്ടു. അപ്പോൾ ഇതൊന്ന് ഞാൻ കഴിച്ചു നോക്കിയാലോ, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നൊരു ശകലം ഓരോന്ന് എടുത്ത് കഴിച്ചു നോക്കാം. കൊള്ളാട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. വേറൊരാളോട് അഭിപ്രായം ചോദിക്കും, എങ്ങനെയുണ്ട് തിരുപ്പാ കഴിച്ചിട്ട്? സൂപ്പറാണോ? ഞാൻ കുറച്ചുകൂടി ഉണ്ടാക്കി, ബാക്കി നമ്മുടെ അടുപ്പിൽ കിടക്കുന്നത് തീർന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇടയ്ക്ക് ഭയങ്കര നല്ലതാണെന്നൊന്നും ഞാൻ പറയില്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് ഒരു ചായ തിളയ്ക്കുമ്പോഴത്തേക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കടി. കടയിൽ നിന്നുള്ളതൊക്കെ എണ്ണപ്പലഹാരം വേണ്ടല്ലോ.